എന്താണ് വേദം എന്ന് ചോദിക്കുന്ന കുറേ വ്യക്തികളുണ്ട്. അപ്പോൾ നമ്മൾ പറയണത് വേദം ഒരു അറിവാണ്, കുറെ അറിവുകളാണ് എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിക്കണം അറിവോ എന്ന് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പദം എടുത്ത് നമ്മൾ അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കാം എന്ന് വെച്ചാൽ പോലും അതിനെയും ചോദ്യം ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു അത് ചിരിക്കാനുള്ളൊരു തർക്കം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേദം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു വേദം എന്ന് വെച്ചാൽ അറിവാണ്, വിദ്ധാതുവിൽ നിന്നാണ് അതിന്റെ ആരംഭം എന്ന് പറഞ്ഞു. അപ്പോ ഇത് വിദ്ധാതു എന്ന് പോലും കേൾക്കാത്ത ഒരു മനുഷ്യൻ വീണ്ടും തർക്കിക്കുന്നത് എന്താണ് വിദ്ധാതു എന്ന് ചോദിച്ചാൽ നമുക്ക് കഷ്ടപ്പെട്ടു പോകും. അപ്പൊ ഞാൻ പറഞ്ഞു അത് ഒരു സംസ്കൃത വാക്കാണ്. ആ വിദ്യ എന്ന ഉൽപ്പത്തി പദം എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതിന്റെ ഒരു ഭാഗമായിട്ടാണ് വിദ്ധാതു. ധാതുവായിട്ടാണ് അപ്പൊ പിന്നെ അടുത്തത് പിന്നെ ധാതു എന്താന്ന് ചോദിക്കാണ്. കഷ്ടപ്പെട്ടു പോകും അങ്ങനെ ചോദിച്ചാൽ. കാര്യം ഇതേക്കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ഒരാളോട് എന്തെന്ന് പറയാനാണ്? ജനിച്ചിട്ട് വാഹനം കാണുന്ന ഒരാളോട് എങ്ങനെ ഡ്രൈവിംഗ് ചെയ്യാം എന്ന് നമുക്ക് എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും? അവൻ വാഹനം കണ്ടിട്ടില്ല. അപ്പൊ അവൻ ചോദിക്കാണ് എല്ലാവരും നടന്നാണ് പോണത്, അല്ലെങ്കിൽ ഓടാം, ഇതിനകത്ത് ഞാൻ ഇരുന്നാൽ വണ്ടി എങ്ങനെ പോകും എന്ന് അവൻ ചോദിക്കും, അല്ലേ? അപ്പൊ പറയണേ ഇതിനകത്ത് എഞ്ചിനുണ്ട്, ആക്സിലേറ്റർ ഉണ്ട്, അത് ഫ്ലൈ വീല് കറങ്ങി അതിന്റെ പിസ്റ്റണെല്ലാം വർക്ക് ചെയ്ത് ടയറിന് ഉരുട്ടും എന്ന് ഒരു മെക്കാനിക്കിന്റെ ഭാഷയിൽ നമ്മൾ അവനോട് പറഞ്ഞു കൊടുത്താൽ പോലും ഒരു രക്ഷയില്ല. സൈക്കിള്, രണ്ട് വീലുള്ള സൈക്കിള് ഒരു മനുഷ്യന് ഒരിക്കലും അതിനകത്ത് സഞ്ചരിക്കാൻ പറ്റില്ല എന്ന് ചിന്തിച്ചിരുന്നതാണ് നമ്മളുടെ പൂർവികരായ കാരണന്മാരെല്ലാവരും. അതെങ്ങനെ നടക്കുമെന്നാണ് ചോദിക്കുന്നത്. രണ്ട് ഇത് വെച്ച് അപ്പൊ തന്നെ മറിഞ്ഞു വീഴൂല എന്ന് ചോദിക്കുന്നത്. നാല് വീലില്ലാത്ത അല്ലെങ്കിൽ 4 ചക്രമില്ലാത്ത ഒരു വസ്തു എങ്ങനെ ഭൂമിയിൽ പതിഞ്ഞു നിൽക്കും എന്ന് ചോദിക്കുകയും ചിന്തിക്കുകയും അതിനപ്പുറം ഇതിനെ ഒരു ഗുരുത്വാകർഷണ ബലം കൊണ്ട് ഈ 2 വീലുള്ള ഒരു സൈക്കിള് ചവിട്ടിക്കൊണ്ട് പോകാമെന്നും വേണമെങ്കിൽ പുറകിലും മുമ്പിലും ഒരാളെ വെക്കാം എന്നുള്ളതും. അതിനുശേഷം സർക്കസ് പ്രപഞ്ചം വന്നു കഴിഞ്ഞപ്പോൾ പണ്ട് കാലത്ത് ഈ സർക്കസുകാര് ചെറിയ സർക്കസ് എന്ന് പറയാൻ പറ്റില്ല, സൈക്കിൾ വിട്ടുകാരുന്ന അവർ വിളിക്കുന്നത്. അവര് വന്നിട്ട് ആ സൈക്കിളിൽ ഇരുന്ന് എന്തെല്ലാം കോപ്രായം വരെ കാണിക്കുമായിരുന്നു. അപ്പൊ അത് കണ്ട് മനസ്സിലാകാത്ത ഒരു വ്യക്തിയോട് സൈക്കിൾ എന്താണെന്നുള്ളത് ഒരിക്കലും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇതെല്ലാം പഠിക്കാൻ വരുന്നവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്ന ഒരാൾ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ നിങ്ങളൊന്ന് കാണാൻ വന്നതാണ്, അപ്പൊ എന്തി വന്നതെന്ന് വെച്ച് പറഞ്ഞു ഞാൻ ആരാണെന്നൊന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അവരോട് എന്ത് ഉത്തരം കൊടുക്കാൻ പറ്റും നമുക്ക്? ഞാൻ ആരാണെന്ന് ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആരാണെന്ന് സത്യത്തിൽ എനിക്കറിയില്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആരാണെന്ന് നിങ്ങളോട് തന്നെ ചോദിക്കാൻ പറഞ്ഞേ. അപ്പോ പക്ഷെ അദ്ദേഹം ഞാൻ വിചാരിച്ചു എന്നെ 2 പറഞ്ഞിട്ടൊക്കെ പോകുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. മറിച്ച് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളുടെ മനസ്സിലെ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിൽ ഞാൻ ആരാണെന്ന ചോദ്യം ഉയർന്നിട്ടുണ്ടോ? അപ്പോ ഇങ്ങനെ ശരിക്കും ഞാൻ ആരാണ് എന്നിലേക്കുള്ള എത്തിനോട്ടം ഉണ്ടല്ലോ. ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ 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 എന്നുള്ള പദം നമ്മളൊക്കെ ഇങ്ങനെ ഉച്ചരിക്കാറുണ്ടെങ്കിൽ പോലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ എന്താണ് എന്നുള്ളത് ആരെങ്കിലും ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മളൊന്ന് കുഴയും, അല്ലേ? ഈ ആചാര്യ നരേന്ദ്രഭൂഷന്റെ ഈ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോ എവിടെയെങ്കിലും ഒരാളോട് നമ്മൾ വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ സ്ഥലത്ത് ഞാൻ വന്നു എന്ന് പറയാണ്. അപ്പൊ ഞാൻ വന്നു എന്ന് പറയുമ്പോൾ വന്ന വസ്തു ഏതാണെന്ന് എപ്പോഴെങ്കിലും നമുക്ക് പറയാനായിട്ടുണ്ടോ? ഞാൻ വന്നു എന്ന് പറയുന്നത് ഇതൊരു പ്രശ്നമല്ല എന്ന് നിങ്ങൾ പറഞ്ഞേക്കും, അല്ലെങ്കിൽ എന്നെ തന്നെയാണ് ഞാൻ എന്ന് പറയുന്നതെന്നും പറഞ്ഞേക്കും. പക്ഷെ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്നെ തന്നെയാണ് ഞാൻ എന്ന് പറയുന്നതെങ്കിൽ ഈ ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം, ഞാൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം വീണ്ടും അവിടെ ഉരുത്തിരിയും. അവസാനം നിങ്ങളുടെ ഉറക്കമൊക്കെ നഷ്ടപ്പെടും. ശിവവിഷ്ഠ എന്ന് എല്ലാവരും ലെഫ്റ്റ് അടിച്ച് പോവുകയും ചെയ്യും, ഉറപ്പാണ്. കാര്യം ശിവവിഷ്ഠയിലെ ഒരാചാര്യന്മാർക്കും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുന്നവർക്കൊന്നും ഇതിനൊരു ഉത്തരവില്ല എന്നൊക്കെ തോന്നും. അപ്പൊ നമ്മളെപ്പോഴും
ഈ അറിയാൻ വയ്യാത്തത്, നമുക്കറിയാൻ വയ്യാത്തത് അന്യരിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നു. അതാണ് അതിൻ്റെ ഒരു സത്യം. അപ്പൊ അന്യരിൽ ഈ നല്ല ബുദ്ധിബോധമുള്ള ആപ്തപുരുഷന്മാരെന്നെല്ലാം പറയുന്ന നമ്മൾ ധരിക്കുന്നവരെയാണ് ഇങ്ങനെ നമുക്ക് ഉത്തരം കിട്ടാൻ നമ്മളെല്ലാം സമീപിക്കുന്നത്. ഇപ്പൊ ശിവഗിരിയിലൊക്കെ ആണെങ്കിൽ സന്യാസിമാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ആശ്രമത്തിലൊക്കെ, കുളത്തൂർ അദ്വൈതാശ്രമത്തിലൊക്കെ ചിദാനന്ദപുരി സ്വാമികളൊക്കെ എന്തിനു ചോദിച്ചാലും വ്യക്തമായ ഉത്തരം തരാൻ കഴിവുള്ള ഒരു പരമജ്ഞാനിയാണ് അദ്ദേഹമൊക്കെ. അപ്പോ അങ്ങനെയുള്ളവരോടൊക്കെ ചെന്നിട്ട് ഈ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ഒരു ഉത്തരം കൊടുക്കാനായിട്ട് പറ്റില്ല. ഒരാചാര്യനും പറ്റില്ല. ഒറ്റടിക്ക് എങ്ങനെ അതിന് ഉത്തരം കൊടുക്കണത്? ഏത് വിഷയത്തിലാണോ പ്രാഗൽഭ്യം, അതിലെ ആ മറുകര കടന്ന് അതിന്റെ ആ തത്വമൊക്കെ ഉള്ളത് ആർക്കാണോ അയാളാണ് ആ വിഷയത്തിൽ വിദഗ്ധനായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അടുത്ത് നിങ്ങൾ ചെന്നാൽ പോലും ഇതിനൊന്നും നമുക്കൊരു ഉത്തരം കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അദ്ദേഹം നരേന്ദ്ര ഭൂഷന്റെ ഭാഷയിൽ അദ്ദേഹം പറയുന്നത്, ഈ പ്രാചീന കാലത്ത് ഈ വിദ്യാർത്ഥികള് ഈ വിറക് കൊണ്ടാണ് ഗുരുക്കന്മാരുടെ അടുത്ത് പോയത്. നിങ്ങൾ കൃഷ്ണൻ വിറക് ചുമന്നു കൊണ്ടുപോയി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ കാട്ടിൽ പോയിട്ട് എന്നും വിറക് ശേഖരിക്കലാണ് ഈ വിദ്യാർത്ഥികളുടെ ജോലി. അപ്പൊ നിങ്ങൾ വിചാരിക്കും അവിടെ ഇതിനു മാത്രം വിറകിന് ക്ഷാമം ഉണ്ടായിരുന്നു. അതല്ലെങ്കിൽ ഇത്രയും വിറക് കൊണ്ടുപോയിട്ട് അവിടെ എന്താണ് എന്നും പപ്പടം പഴവും പായസവും സദ്യ കൊണ്ടും ഭക്ഷണം എന്താണ് പാചകം ചെയ്യാനായിട്ടാണ് ഇത്രയും വിറക് കൊണ്ടുപോകുന്നത് എന്നാണ് തോന്നുന്നത്. അല്ല, എല്ലാവരും അവരുടേതായ അഗ്നിഹോത്രങ്ങൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ സമിത്ത് എന്ന് പറയുന്ന വിറക്. അപ്പോ പ്രാചീന കാലത്ത് വിദ്യാർത്ഥികൾ ഈ വിറക് കൊണ്ടാണ് ഗുരുക്കന്മാരെ സമീപിച്ചിരുന്നത്. ഈ സ്വാമി രാമയുടെ പുസ്തകം ആരെങ്കിലൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ നോക്കണം. സ്വാമി രാമ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, ഗുരു ഞാൻ എന്താണ് കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. ദക്ഷിണായിട്ട് എന്താ തരേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നീ വിറകായിട്ട് വന്നു മതി എന്ന് പറയുന്നുണ്ട്. ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരു ഗുരു വിറക് ചോദിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇന്നിപ്പോ കുറച്ച് പുരോഗമനവാദികൾ എന്നെല്ലാം പറയുന്ന കുറച്ച് ആൾക്കാരുടെ വീഡിയോ കണ്ടിരുന്നു. ഗുരുവിന്റെ കാല് തൊട്ട് വന്ദിക്കേണ്ട ആവശ്യമില്ല, അയാൾ രണ്ട് അസഭ്യം പറഞ്ഞാലും കുഴപ്പമില്ല, യുവന്മാരൊക്കെ ശമ്പളക്കാരല്ലേ, എന്തിന് വെറുതെ അവർക്ക് നമ്മളൊരു വില കൊടുക്കുന്നു, അധ്യാപകനും തന്നെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. ഇവിടുത്തെ മന്ത്രിമാർക്ക് MLA-മാർക്ക് 5 വർഷം കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുന്ന കാര്യത്തിലും നമുക്ക് ചോദിക്കാം, ഇവരെന്താണ് ഇവിടെ ചെയ്ത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരം ഉണ്ടാവൂല. അപ്പോ ഈ ഗുരുക്കന്മാരുടെ അടുത്ത് ചെന്നിരുന്നത് വിറക് കൊണ്ടാണ്. ഇതിൽ വലിയൊരു അർത്ഥമുണ്ട്. ഈ സമുത്ത് എന്ന് പറയുന്ന വിറക് കമ്പാണെന്ന് പറഞ്ഞല്ലോ, എരിച്ചു കളയാനാണിത്. ഈ ശരീരത്തിന് തടി എന്നൊരു പേരുണ്ട്. ചത്ത ശരീരത്തിന് ചിലർ വടി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ചാവുന്നതിന് വടിയായി എന്ന് ഒരുതരം ആചാര്യ നരേന്ദ്ര ഭൂഷന്റെ ഭാഷയിൽ നികൃഷ്ട ഹാസ്യം കലർത്തി ചില സംസ്കാരഹീനര് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പൊ ഈ സമിത്ത് ജീവിതത്തിന്റെ ഒരു പ്രതീകമാണ്. ജീവിതം ശരീരത്തിന്റെ ഒരു അസ്തിത്വമാണ്, അല്ലെ? ശരീരം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ജീവിക്കാനുള്ള ഒരു അസ്തിത്വം തരുന്നത്. അപ്പൊ നമ്മൾ ചാകും മുമ്പേ വടിയുമായി നടക്കാനാണ് പണ്ട് നമ്മുടെ ഗുരുക്കന്മാർ ഉപദേശിച്ചിരുന്നത്. കാര്യം വടി തടിയാണ്. തടി അത് പുഴുക്കുത്തേക്കരുത്, എരിഞ്ഞേ തീരാവൂ, അല്ലെങ്കിൽ എരിഞ്ഞു തീരുകയാകാവൂ. അതിനാൽ വിദ്യാർത്ഥി ഒന്നാമത് മനസ്സിലാക്കേണ്ടത് ഈ സമിത്ത് എരിഞ്ഞു തീരും പോലെ ശരീരമാകുന്ന സമിത്തും എരിഞ്ഞു തീരും എന്നാണ്. അതാണ്. അപ്പൊ ഇതിൽ കവിഞ്ഞ ശിക്ഷണം ആർക്കും വേണ്ട. നീ ഞാൻ എരിഞ്ഞു തീരും. അപ്പൊ എരിഞ്ഞു തീരുന്നത് യജ്ഞത്തിലാകണം, അത് ലോകോപകാരത്തിനാകണം എന്നേ ഉള്ളൂ. ഇതാണ് ഈ സമിത്ത് എന്ന് പറയുന്ന ഈ എന്താണ് പദത്തിനർത്ഥം. അപ്പോ എന്താണ് ശരീരം എന്നുള്ളത് മനസ്സിലായല്ലോ. ഇത് എരിഞ്ഞു തീരാനുള്ളതാണ്. ഇതിനകത്ത് ഈ എരിഞ്ഞു തീർക്കാനുള്ള ഒരു എനർജി അത് എവിടെ ഇരിക്കണത്, അതാണ് ഞാൻ അതിനകത്തേക്ക് വരാം. അപ്പൊ നമ്മൾ ഈ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരം നമ്മൾ തേച്ചൊക്കെ ഇങ്ങനെ അഴുക്ക് കളയാറുണ്ടല്ലേ? ശരീരത്തിൽ ഇങ്ങനെ എന്താണ് സോറിയാസിസ് രോഗികളുടെ പോലെ വെച്ച് നോക്കിയാൽ നിങ്ങൾ പേടിച്ചു പോകും. എല്ലാവരും സോറിയാസിസ് രോഗം ഉണ്ടാകും രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അപ്പൊ ആ പൊരിഞ്ഞിളകിയ തൊലിയും മറ്റുമാണ് നാം കഴുകിക്കളയുന്നത്. അപ്പൊ അഴുക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ പഴയതിലും ഇത്തിരി കൂടി കുറവാണ്, മുൻപ് കുറെ കൂടി ഉണ്ടായിരുന്നു എന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ?
കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ കുറയുന്നില്ല. അപ്പോൾ എന്താണ് നമ്മൾക്ക് ആ സമയത്ത് നമ്മൾക്ക് കുറവ് വരാഞ്ഞത്? അഴുക്ക് പോയിട്ട് നമുക്ക് വെയിറ്റ് കൂടെ ചെയ്തത്. ഇനി ഒരു വിരൽ അങ്ങോട്ട് മുറിഞ്ഞു പോയിരിക്കട്ടെ, ഞാൻ പറയൂ, എന്നിട്ട് ഞാൻ മുറിഞ്ഞു പോയി എന്ന് പറയൂ. അത് ആ മുറിവ് ഉണങ്ങി ആ പഴയതുപോലെ പ്രവൃത്തി എടുക്കാനായിട്ട് അല്പനാൾ കഴിഞ്ഞാൽ തുടങ്ങും. അപ്പം ഇനി മുറിഞ്ഞു പോയൊരു വിരൽ കൊണ്ട് ചെയ്യേണ്ട ജോലിയൊന്നും ചെയ്യാനാവുന്നില്ല എന്നുള്ളൊരു ചിന്ത ആ സമയത്തൊന്നും ഉണ്ടാവില്ല. അപ്പോഴും നമ്മൾ പൂർണ്ണനാണോ എന്ന് വെച്ചാലും ഒരു ഒരു വിരലില്ല, അതുകൊണ്ട് അപൂർണനാണ്, അതുകൊണ്ട് അതിന്റെ കുറവുകളുണ്ട്. അങ്ങനെ എനിക്ക് എന്തൊക്കെയോ ഒരു കുറവുണ്ടെന്നൊന്നും ആർക്കും തോന്നൂല. എന്താ തോന്നാത്തത്? കാലില്ലാത്തവന് തോന്നുന്നത് ഞാൻ എന്നാ പറയുന്നത്. അന്ന് അവനൊരു കാലില്ലാത്തവനാണെന്ന് പറയില്ലല്ലോ. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ശരീരമല്ല. ഒരു കാലില്ലാത്തവൻ എന്ന് ആരെങ്കിലും വിളിക്കുക ഒരാളെ കണ്ടാൽ, അയാൾക്ക് നീ എന്താ ഞാൻ എന്ന് പറയുന്നത്? നിനക്ക് ഒരു കാലില്ലല്ലോ, അതുകൊണ്ട് നീ നീ അപൂർണനാണ് എന്ന് അല്ലേ പറയേണ്ടത് എന്ന് ചോദിച്ചാൽ ഇല്ല, ഞാൻ എന്നേ അവൻ പറയുള്ളൂ. അപ്പൊ ഞാൻ എന്ന് പറയുന്നത് ശരീരമല്ല. ഒരു വിരല് പോയാലും ഞാനാണ്, രണ്ട് കാല് പോയാലും ഞാനാണ്, രണ്ട് കൈ പോയാലും ഞാനാണ്. അപ്പൊ കുറെ നേരം ഇങ്ങനെ നിങ്ങൾ എന്തെങ്കിലും ഈ ധ്യാനത്തിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിരലില്ലെന്നോ അല്ലെങ്കിൽ ഒരു കാല് നഷ്ടപ്പെട്ടതാണെന്നോ അംഗവൈകല്യം ഉണ്ടെന്നോ വാതരോഗം ഉണ്ടെന്നോ ക്യാൻസർ രോഗിയാണെന്നോ ഒന്നും നിങ്ങൾക്ക് തോന്നൂല. ആ എല്ലാ കഥകളും നമ്മൾ മറന്നുപോകും. അപ്പൊ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ശരീരമല്ല, ശരീരമല്ലാത്ത വേറെന്തോ ആണ്, ശരീരമല്ല എന്റെ സ്വരൂപം. കാര്യം എന്താന്ന് വെച്ചാൽ ഈ ശരീരം നമ്മൾ അലങ്കരിക്കുമ്പോൾ നമ്മളൊരു കണ്ണാടിയിൽ കണ്ടതോ അല്ലെങ്കിൽ വെള്ളത്തിൽ കണ്ട ഒരു രൂപം എന്താണ് അത് നല്ല ഭംഗിയാവും, അത് അലങ്കൃതമാകും എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ശരീരം അന്ധനോ ബധിരനോ മുടന്തനോ അല്ലെങ്കിൽ മൂകനോ ആകുമ്പോൾ, ഈ അന്ധനും ഈ ബധിരനും മുടന്തനും മൂകനുമാകുന്നു അല്ലേ ശരിക്കും ശരീരം. ശരീരത്തിന് അന്ധത ഉണ്ടെങ്കിൽ എന്താണ് ആ ശരീരത്തിന് ആ മുടന്തത വരുമ്പോൾ അന്ധനും ബധിരനും ഒക്കെ ആകും നമ്മുടെ ശരീരം. അപ്പൊ ശരീരം നശിക്കുമ്പോൾ ഇവയും നശിക്കും. അതിനാൽ ഞാൻ ഈ ശരീരമാണെന്ന് ഞാൻ എങ്ങനെ സമ്മതിക്കും? ഞാൻ ഈ ശരീരമാണെന്ന് എങ്ങനെ സമ്മതിക്കാൻ പറ്റും? അപ്പൊ ഞാനതിൽ കൊള്ളാവുന്നതൊന്നും കാണുന്നില്ല, എനിക്ക് യാതൊരു സമാധാനവും കിട്ടുന്നില്ല. ശരീരമാണ് ഞാനെങ്കിൽ പിന്നെ ഒരു ഉപദ്രവവും കുഴപ്പങ്ങളും ഇങ്ങനെ ഒഴിഞ്ഞിട്ട് നമുക്ക് നേരം കിട്ടും. ഞാൻ ശരീരമാണെങ്കിൽ, നമ്മൾ ശരീരമാണെങ്കിൽ എന്നും നമുക്ക് പ്രശ്നമായിരിക്കുള്ളൂ. പിന്നെ മരണത്തെ ആ സമയത്ത് പേടിക്കുന്നത് എന്തിന്? ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിന്? ഇനി ജീവിച്ചാലും മരിച്ചാലും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഈ സ്വരൂപജ്ഞാനം കിട്ടിയിട്ട് ഇനി എന്താണ് നേടാനുള്ളത്? ഈ കണ്ണാടിയിലെ പ്രതിബിംബത്തിൽ ഒരു നാശമുള്ള ശരീരത്തെ അല്ലാതെ ആത്മാവിനെ കാണുന്നില്ല. നാം ശരീരമാണെങ്കിൽ ഒരിക്കലും ഇത് നശിക്കും. മൂഢനും ഈ വിഡ്ഢി എന്ന് പറയുന്ന മൂഢനും പണ്ഡിതനും മരിച്ചാൽ അധികം വൈകാതെ ദുരന്തം പിറക്കും അല്ലേ, ഒരു ദുർഗന്ധം പിറക്കും. പണ്ഡിതന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധം പിറക്കില്ല. അവിടെ ശാസ്ത്രജ്ഞനും ദാർശനികനും ഒരേ ഗതി വരുന്നുണ്ട്. നിങ്ങൾ തോന്നുന്നുണ്ടോ ഏറ്റവും നല്ല പണ്ഡിതൻ മരിച്ചാൽ സുഗന്ധം ഉണ്ടാവുമെന്ന്? ഒരു യാതൊരു വക പാമരൻ എന്ന് പറയുന്ന ഒരു കഴിവില്ലാത്ത ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിലും ദുർഗന്ധം തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവരുടെ എല്ലാം കഴിവ് വളരെ ബൃഹത്തായിരുന്നു. ഇവരുടെ എല്ലാം കഴിവ് ബൃഹത്തായിരുന്നെങ്കിൽ അവരാരും ശരീരമായിരുന്നില്ല. ശരീരം ഉണ്ടായിരുന്നു വെച്ചെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ശരീരം ഉണ്ടായിച്ചെങ്കിൽ സത്യവാദിയുടെ ഗതി തന്നെ പെരിങ്കള്ളനും, രണ്ടും കത്തിച്ചാൽ കത്തും. എന്നെങ്കിലും സത്യവാദിയുടെ ശരീരം കത്താതിരുന്നിട്ടുണ്ടോ? കള്ളന്റെ ശരീരം കത്താതിരുന്നിട്ടുണ്ടോ? ഈ പരോപകാരിയായിട്ടുള്ള മനുഷ്യൻ അതുപോലെ തന്നെ പരമ ദുഷ്ടനും ഒരേ ഗതി തന്നെയാണ് ഈ കാര്യത്തില്. അപ്പൊ രണ്ടുപേരും ഒരു ദിവസം ഇല്ലായ്മ എന്ന ഒരു സത്യത്തിൽ എത്തും. ആ പൂർവജന്മ സത്യങ്ങൾ ഇല്ലെന്ന അറിവില്ലായ്മയോടെ മരിക്കേണ്ടി വരും. മുജ്ജന്മം ഇല്ലായിരുന്നു, നേരത്തെ ഒന്നുമില്ലായിരുന്നു, ഭാവിയിലും ഒന്നും ആകാനാകില്ല, അതുകൊണ്ട് ഭൂതകാലത്തിൽ ഇല്ലായിരുന്നു, ഇനി ഭാവിയിലും ഞാൻ ഇല്ല എന്ന ചിന്തയിൽ തങ്ങി മരിക്കേണ്ടി വരും. അപ്പൊ ഒന്നുകൂടി ചിന്തിച്ചാലേ നമ്മളുടെ ജീവിതം എന്നെല്ലാം പറയുന്നത് അന്ധകാര കുഴികൾക്ക് മധ്യേയുള്ള ഉരുണ്ടുകളിയാണ് ജീവിതമെന്ന് അങ്ങനെയുള്ള ഒരു കുബുദ്ധിയിലേക്ക് മനുഷ്യൻ ഒരുപക്ഷെ പെട്ടുപോകും. അല്ലെങ്കിൽ അല്പനേരമൊക്കെ ആചാര്യ നരേന്ദ്രഭൂഷന്റെ ഭാഷയിൽ സർക്കസ് കളിച്ചിട്ട്
നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ സർക്കസിൽ ഇങ്ങനെ എന്താണ് രണ്ട് ബൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുഴിയിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ അന്ധകാര കുഴിയിൽ വീണ് ഇത് ഓർമ്മ അല്ലെങ്കിൽ അതിൽ തന്നെ വിസ്തൃതമാകാനുള്ള ഒരു ജീവിതമെന്ന് ഉള്ളൊരു ഇടുങ്ങിയ ചിന്തയിൽപ്പെട്ട പലരും പോകാറുണ്ട്. അപ്പൊ ആ ഞാനല്ല ഞാൻ, അല്ലെങ്കിൽ ഇതാണോ ഞാൻ, എങ്കിൽ ഈ ഞാനെ അന്വേഷിച്ച് തല ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? വേറെ എന്തെല്ലാം ലോകത്ത് അന്വേഷിക്കാനുണ്ട്? ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് ഈ രാപ്പകല് സുഖ സൗകര്യങ്ങൾ തേടി ജീവിതം കഴിച്ചു കൂട്ടുന്നത്. അപ്പൊ പുനർജന്മ ബോധമില്ലാത്ത അവരെ ഒരു ചിന്തയും അലട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞു വരുന്നത് ഈ ഞാൻ ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശരീരമല്ല. ഇനി മറ്റൊരു കൂട്ടരുണ്ട്, അവർ അന്വേഷകരാണ്, പ്രയത്നശീലരാണ്, പരോപകാരനിഷ്ഠരാണ്. ഞാൻ ആര് എന്ന് അന്വേഷിക്കുന്നത് വെറുതെയാണെന്നത്രേ അവരുടെയൊക്കെ അഭിപ്രായം. അതറിഞ്ഞിട്ട് പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് ഈ കർമ്മത്തിലുള്ള കർത്തവ്യങ്ങളൊക്കെ പകർത്തി ജീവിതം നല്ല ഭംഗിയാക്കുക അല്ലെങ്കിൽ സഫലമാക്കുക എന്നൊക്കെയാണ് അവർക്ക് പറയാനുള്ളൂ. ഞാൻ ആരെന്ന് കണ്ടുപിടിക്കുന്നത് ക്ലേശകരമാണ്. അതാണ് അവർ കണ്ടുപിടിക്കാൻ തുനിയാത്തത്. ഈ ക്ലേശം തന്നെ സഹിച്ച് അറിഞ്ഞിട്ട് എന്ത് നേടാനാണ്? ഇപ്പൊ ഞാൻ ആരാണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, നമുക്ക് എന്തെങ്കിലും നേടാനുണ്ടോ? അവരുടെ ആ ചിന്തയിൽ യുക്തി ഉണ്ടെന്നൊക്കെ തോന്നും. അതുകൊണ്ട് ഈ ഞാനെ അന്വേഷിച്ച് ഒരിക്കലും പോകരുത് എന്നൊക്കെയാണ് ഈ ചാർവാകന്മാരൊക്കെ പറയാറുള്ളത്. അവരോട് ഈ എന്താണ്, അവരോട് ഇതൊക്കെ ചെയ്യാൻ തക്ക കഴിവും ബുദ്ധിയും എങ്ങനെ വന്നു ചേർന്നെന്ന് ചോദിച്ചാലോ, ഈ യുക്തിവാദികളോട് ചോദിക്കുകയാണ്. അവരോട് നിങ്ങളുടെ പല കഴിവുകളും സയന്റിഫിക് ടെമ്പറൊക്കെ നിങ്ങൾ വിളിച്ചു പോവുകയും പ്രചരിപ്പിക്കുകയും കർമ്മകാണ്ഡത്തിലൂടെ അതൊക്കെ പലതരം വസ്തുക്കളൊക്കെ നിർമ്മിച്ച് നിങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ. ഈ ബുദ്ധി എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചാലേ, അങ്ങനെ ചോദിച്ചാൽ അവിടെ ഉത്തരമില്ലാതെ അവര് അതിനുത്തരവില്ല. അതാണ് ഞാൻ. ആ ഉത്തരവില്ലാത്തതാണെങ്കിൽ അതാണ് ഞാൻ. അപ്പൊ ഞാൻ ശരീരമല്ല. അപ്പൊ ഞാൻ ബുദ്ധിയും കഴിവുമുള്ള ഒന്നാണ് നമ്മള്, അല്ലേ? അതുകൊണ്ട് നമ്മൾക്കൊരു ശരീരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ ആ ശരീരമല്ല ഞാൻ. അപ്പോൾ ആത്മശാസ്ത്രത്തെ പോലെ ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്ന, ജട പിടിച്ചതാണ് ഈ യഥാർത്ഥത്തിൽ ഈ കർത്തവ്യം എന്ന് പറയുന്ന ഒരു ശാസ്ത്രം. അറിയാൻ വയ്യാത്ത ഒന്നായ ഞാൻ എന്ത് കർത്തവ്യം എപ്പോൾ അനുഷ്ഠിക്കണമെന്നും എന്തിനനുഷ്ഠിക്കണമെന്നും അതിൻ്റെ ഒന്നും പൂർണ്ണത കിട്ടില്ല. അപ്പോൾ ഞാൻ ആരാണെന്ന പ്രശ്നം വീണ്ടും നമുക്ക് ഇങ്ങനെ ചിന്താക്കുഴപ്പത്തിലാകും, ഊണും ഉറക്കമില്ലാണ്ടാകും. അതുകൊണ്ട് ഈ നശിച്ച ഞാൻ എന്നെ കുറിച്ചുള്ള ഒരു ചിന്ത, ഭ്രാന്ത് പിടിക്കുന്ന ഒരു ചിന്തയാണല്ലോ ഞാൻ എന്നുള്ളൊരു ഭാഗം. അപ്പൊ അതുകൊണ്ട് വീണ്ടും ഇങ്ങനെ ഞാൻ എന്നുള്ള ഒരു ചിന്ത വീണ്ടും അത് ഭവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നിമിഷ നേരം കൊണ്ട് തീരുന്ന ഒരു വസ്തുവാണെങ്കിൽ അല്പകാലത്തേക്കുള്ള അനുയോജ്യമായ കർമ്മങ്ങൾ ചെയ്യാനേ മനസ്സുണ്ടാവൂ. ഞാൻ എല്ലാവരോടും കൂടി പറഞ്ഞിട്ടോ, നിങ്ങൾ ശരീരമാണെന്നുണ്ടെങ്കിൽ ഈ ശരീരം എപ്പോ വേണമെങ്കിലും നശിക്കാം, എപ്പോ വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് മരണം സംഭവിക്കാം. അതുകൊണ്ട് ഞാൻ നിമിഷ നേരം കൊണ്ട് തീരുന്ന വസ്തുവാണെങ്കിൽ നിങ്ങൾ എന്തിന് ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് ചേരുന്നു? എന്തിന് നിങ്ങൾ അക്കൗണ്ട് ചേരുന്നു? ആ അല്പകാലത്തേക്കുള്ള അനുയോജ്യമായ കർമ്മങ്ങൾ ചെയ്യാനേ നമുക്ക് മനസ്സുണ്ടാവോ? അപ്പൊ ദീർഘകാലത്തേക്കുള്ള കർമ്മങ്ങൾ നിങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഞാൻ എന്ന് പറയുന്നത് വേറെന്തോ ആണ്. അങ്ങനെ താൽക്കാലിക ജീവിതത്തിന് വേണ്ടത് മാത്രം എടുത്തു വെക്കാം. എന്നാൽ കുറേയേറെ കാലം നീണ്ടു നിൽക്കുന്ന ഫലം ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാം. അതുകൊണ്ട് നിങ്ങൾ ആപ്പിള്, മുന്തിരി, തെങ്ങൊക്കെ പണ്ട് നിങ്ങൾ നട്ടു വെക്കാറുണ്ട്. ഇത് എത്ര വർഷം കഴിഞ്ഞ ഒരു കരിക്ക് കിട്ടുക? പണ്ട് കാലത്ത് വിരുന്നുകാർ വരുമ്പോൾ വിരുന്നുകാരെ കളിയാക്കാൻ വേണ്ടി പറയുന്ന ഒരു വാക്കുണ്ട്, ചേട്ടാ പോകല്ലേ, കരിക്ക് പിടിച്ചിട്ട് പോകാം, ഞാനൊരു തെങ്ങ് കേട്ടിട്ടുണ്ടെന്ന് നടാൻ പോയെന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? ഇതൊരു തമാശയായിട്ട് ഇരിക്കുന്നൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ നടുന്ന തെങ്ങ്, നിങ്ങളുടെ ആഗ്രഹം എന്താണ്? ഇതിനകത്ത് ഒരു കരിക്ക് പിടിക്കണം എന്നുള്ളതാണെങ്കിൽ ഈ മരണത്തെ കുറിച്ചുള്ള ഒരു ബോധവും കൂടി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നടുക എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ ലക്ഷ്യം, അല്ലേ? ഇതിനകത്ത് കരിക്ക് പിടിക്കുമോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പൊ ഈ നടുന്നതും അങ്ങനെ നടാൻ പ്രേരിപ്പിക്കുന്നതും ഇത് ആരാണ്? ഈ ഞാൻ ശരീരമാണെന്നുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും മരണപ്പെട്ടു പോകാം. അതുകൊണ്ട് എന്തിനാ ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്? എനിക്ക് ഇതിനകത്ത് ഒരു ഉപകാരമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ഞാൻ അല്പകാലത്തേക്കുള്ള വസ്തുവല്ലെന്നും രാവ് പകൽ പോലെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുകയും എന്നുള്ള ഒരു പുനർജന്മം ഉണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കണം. അങ്ങനെ അനേക ജന്മങ്ങൾ ഓരോ സിം കാർഡ് എന്ന പോലെ തന്നെ ഓരോ പ്രാവശ്യവും
ഈ മൊബൈൽ നഷ്ടപ്പെട്ടു പോകും, നശിച്ചു പോകും. അപ്പൊ നമ്മള് ഈ പുതിയ മൊബൈൽ വാങ്ങാൻ നേരത്ത് ഈ സിം എടുത്ത് വീണ്ടും അതിനകത്തേക്ക് ഇടുകയാണ്. അങ്ങനത്തെ പുനർജന്മ ശരീരം തേടുന്ന ഒന്നാണ് നമ്മൾ. അതുകൊണ്ട് ഞാൻ ശരീരമല്ല, ആത്മാവാണ്, ബുദ്ധിയാണ്, ബുദ്ധിയും വിവേകവും എല്ലാം ഉള്ള ഒന്നാണ് എന്നുള്ളൊരു ചിന്ത ഈ ഞാൻ ആരാണെന്ന് അന്വേഷിക്കുന്നവർക്ക് ഉണ്ടായാൽ നന്നായിരിക്കും. പണ്ട് കാലത്ത് ഞങ്ങളുടെ ഒരു ബന്ധുവിന്, എൻ്റെ അച്ഛനുള്ള ഒരു സമയത്താണ് കേട്ടോ, ഞാൻ കുഞ്ഞാണ്, അച്ഛന് ഏറെ വായനാശീലമുള്ള ഒരു മനുഷ്യനാണ്. അപ്പൊ എൻ്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ അച്ഛനാണ് മരിക്കാൻ കിടക്കണേ. അപ്പൊ എൻ്റെ അച്ഛനായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു. അപ്പൊ അച്ഛൻ പതിവ് പോലെ ചെന്നിട്ട് പറഞ്ഞ്, വാസു കേട്ടാ. അപ്പൊ വാസുവിന്റെ മോൻ വിളിക്കുകയാണ്, കരുണാര. എൻ്റെ അച്ഛന്റെ പേര് കരുണാകരൻ എന്നാണ്. അപ്പൊ എളുപ്പത്തിൽ കരുണാര എന്ന് വിളിക്കുന്നത്. കരുണാര, നീ ഇപ്പൊ അച്ഛനോട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല, കരുണാകരനാണെന്ന് പറഞ്ഞാലും മനസ്സിലായല്ലോ, ഓർമ്മയൊന്നും അദ്ദേഹത്തിന് ഇല്ല എന്ന് പറയുന്നു. ഉടനെ അത് അടുത്ത് ചെന്ന് നോക്കുമ്പോ കണ്ണിന്റെ കാഴ്ചയൊക്കെ നശിച്ചു. മനസ്സിലാവുണ്ടോ? അപ്പൊ ശബ്ദം കൊണ്ട് ഇനി ആളെ മനസ്സിലാക്കില്ല, കാഴ്ചയിലും ഈ കരുണാകരൻ അടുത്ത് വന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. കാര്യം ആ ശരീരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങൾ യാത്രയായിട്ടുണ്ട്. ഇന്ദ്രിയങ്ങൾ ആദ്യം തന്നെ പെട്ടിയും മടക്കി ഒരു യാത്രക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. അതുകൊണ്ട് കണ്ണ് കാണില്ല, രുചി എന്താണെന്ന് അറിയില്ല, സ്പർശനം അറിയില്ല. പുറമൊക്കെ ഇങ്ങനെ പൊട്ടി ഒലിച്ചാലും അതിന്റെ വേദനയൊന്നും അറിയില്ല. അതിന് വേദന അറിയാനുള്ള കഴിവ് നശിക്കും. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളും ആദ്യം തന്നെ യാത്രയാകും. അവസാനത്തെ ഒരു 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 എനർജി ഉണ്ട്, ആ ആ ഒരു ഭാഗവും കൂടി. അതിനിടയ്ക്ക് ഈ മനുഷ്യന്റെ ബുദ്ധിയൊക്കെ നശിച്ചിട്ടുണ്ടാവും. ഈ ബുദ്ധിയൊക്കെ എവിടെ പോയി? യാത്ര പോയതാണ്. നിങ്ങൾ പറയും ബുദ്ധി യാത്ര പോയോ? ഇത് ലോകത്ത് അനിൽ വൈദിക് എന്നുള്ളൊരു വിഡ്ഢി മാത്രമാണ് ബുദ്ധി യാത്രക്ക് പോയെന്ന് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞു വരുത്താം. പക്ഷെ നമ്മളുടെ എല്ലാം പ്രായമായവരൊക്കെ മരിക്കാൻ കിടക്കുമ്പോൾ അവർക്ക് ഓർമ്മ നഷ്ടപ്പെടുന്നു, കാഴ്ച നഷ്ടപ്പെടുന്നു, കേൾവി നഷ്ടപ്പെടുന്നു, രുചി നഷ്ടപ്പെടുന്നു, അങ്ങനെ ഗന്ധങ്ങൾ നഷ്ടപ്പെടുന്നു, വേദന എന്ന് പറയുന്ന ഭാഗം നഷ്ടപ്പെടുന്നു. ഇതെല്ലാം എവിടെ പോയി? ഈ ശരീരത്തിൽ ഞാൻ ശരീരമാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ വീണ്ടും എനിക്കതെല്ലാം കേൾക്കാൻ സാധിക്കാഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ആത്മാവിന്റെ പ്രതിരൂപങ്ങളാണ്. അല്ലെങ്കിൽ ആത്മാവിന്റെ കൂടെ ജീവിക്കുന്നതാണ് ഈ ബുദ്ധിയും കേൾവിയും ശക്തിയല്ല. അതുകൊണ്ട് ഞാൻ ആരാണെന്ന് വെച്ചാൽ ഞാൻ ശിവനോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വേദങ്ങളിൽ ഞാൻ സാമം ആണെന്ന് പറഞ്ഞു, ഞാൻ ശബ്ദമാണെന്ന് പറഞ്ഞു. ഈ സാമം എന്ന് പറയുമ്പോൾ വേദങ്ങളിൽ ഞാൻ സാമമാണ്, ശബ്ദമാണ് എന്നെല്ലാം പറഞ്ഞ് ശങ്കര നാദശരീരാപര, കാര്യം ഈ ശരീരം എന്ന് പറയുന്നത് നാദമാണ് എന്നെല്ലാം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ശരീരമല്ല, നാദമാണെന്ന് അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ശങ്കരൻ ശരീരമല്ല, നാദശരീരമാണെന്ന് പറയുന്നത്. അപ്പൊ വീട്ടിൽ ഒരാൾ മരിക്കുമ്പോൾ നമ്മുടെ ഈ അവശിഷ്ട കുടുംബാംഗങ്ങൾ കുറച്ചു നേരത്തേക്കൊക്കെ ഇങ്ങനെ കരയും. ദുഃഖം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഞാനും മരിക്കും, ചുറ്റുമുള്ളവരും വേർപ്പെടും എന്നുള്ള ബോധമില്ലായ്മ ഉണ്ടെങ്കിലാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുള്ളൂ. മനസ്സിലുണ്ടോ? നാളെ നമ്മൾ എന്തിനാ കാരണം, എന്തിനാ വേർപെട്ട് പോയത് കൊണ്ടാണോ? അപ്പൊ നമ്മൾ വേർപ്പെടൂലേ? നമ്മളുടെ അച്ഛനോ അമ്മയോ മരിക്കുമ്പോൾ നമ്മൾ കരയും, ഞാനും കരഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ്. പക്ഷെ എന്തിനാണ് കരഞ്ഞതെന്ന് ചോദിച്ചാൽ, ഞാൻ മരിക്കില്ല എന്നുള്ളത് കൊണ്ടാണോ ഞാൻ കരഞ്ഞത്? ഉണ്ടെന്ന് പറയുന്ന ദുഃഖം യഥാർത്ഥത്തിൽ ആ സമയത്ത് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വന്ന ഒരു ഹാനിയാണ്. കാര്യം ഇനി അയാളിൽ നിന്ന് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതാണ് ആദ്യത്തെ തേങ്ങല്. അവിടെ ദുഃഖം എന്ന ഒരു പദത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കാര്യം മരിച്ചയാൾ നമ്മോടൊപ്പം ഇല്ല, പിന്നെ ദുഃഖിക്കുന്നത് എന്തിനാണ്? ആ ദുഃഖിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലെങ്കിൽ അല്ല, രണ്ടു ഉത്തരവുണ്ട്. പക്ഷെ അയാൾക്ക് ആ ദുഃഖത്തിൽ പങ്കുചേരാനുള്ള കഴിവില്ല, പിന്നെ എന്ത് ദുഃഖിക്കുന്നു? ഇവിടെ ഈ ദുഃഖം എന്നുള്ളൊരു ഭാഗത്തിന് കുറച്ച് ശാസ്ത്രീയമായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും. ദുഃഖം എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഹൈന്ദവാചാര പ്രകാരം ഒരാള് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ദുഃഖത്തിൽ പങ്കുചേർന്നു എന്നൊക്കെ പറയില്ലേ? ശരിക്കും അയാള് നമ്മൾ ഒരു പട്ടട വെക്കും. പട്ടട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് കാലത്ത് ഈ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പട്ടിൽ പൊതിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തില് എന്താണ്, ഇയാളുടെ ദേഹം കത്തുമ്പോൾ കൂടുതൽ അന്തരീക്ഷത്തിലെ മലിനങ്ങൾ പരക്കില്ല.
അതുകൊണ്ടാണ് പട്ടട. നിങ്ങൾ ഇലയടയൊക്കെ കഴിച്ചിട്ടില്ലേ? പലതരം അടകളുണ്ടല്ലോ. എന്തൊക്കെ അടകളുണ്ട്? ഏഹ് ഈ എന്താണ് വഴണയുടെ അടയൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ട്. ഇത് അവസാനം നമ്മള് പട്ടിന്റെ ഉള്ളിൽ ഒരു അടയാക്കും. ഇതാണ് പട്ടട. പട്ടുകൊണ്ടാണ് അട ഉണ്ടാക്കുന്നത്. അതാണ് പട്ടട എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഇത് കത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ദൂഷിക്കുന്നതെന്ന് അറിയാവോ? ഏത് ശരീരം കത്തിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ആകാശത്തേക്ക് ഇതിന്റെ മലിനങ്ങളെല്ലാം ചെന്നിട്ട് ആകാശം ദൂഷിക്കും. അപ്പൊ ദുഷിച്ച ആകാശത്തെയാണ് സംസ്കൃതത്തിൽ ദുഃഖമെന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ദുഃഖം എന്ന വാക്കിനർത്ഥം. അപ്പൊ നമ്മുടെ ആകാശം ചുറ്റുപാട് ബന്ധുവിന്റെ വേർപാട് കാരണം ദുഷിച്ചു, തനിക്ക് കൊള്ളരാത്തതായി. അതാണ് ദുഃഖത്തിനർത്ഥം. ഇത് ആചാര്യ നരേന്ദ്ര ഭൂഷന്റെ വാക്ക് ഞാൻ കടമെടുക്കുന്നതാണ്. ഇനി പുത്രദുഃഖം എന്ന വാക്കിനോ? പുത്രനെ വയസ്സുകാലത്ത് തടിക്ക് ഊനുപൊടിയായി ഞാൻ കണ്ടിരുന്നു, അപ്പൊ ഊനുപൊടി പോയി, അതുകൊണ്ട് ചുറ്റുപാട് ദുഷിച്ചു എന്നർത്ഥം. അതും വലിയ ദുഃഖമാണ്. ഇനി വയസ്സുകാലത്ത് എനിക്കാര് എന്നുള്ളതൊക്കെയാണ് ഈ പുത്രന്റെ ദുഃഖം. ഈ മാതാപിതാക്കൾ മരിച്ചാൽ അവിടെയാണ് ദുഃഖത്തിന്റെ പേര് മാറുകയാണ്. അവിടെ ദുഃഖവുമല്ല, ചുറ്റുപാട് ദുഷിച്ചതുമല്ല. മാതാപിതാക്കൾ മരിച്ചാൽ സന്താനത്തിന്റെ സന്താപം അതാണ് അവിടെ ദുഃഖത്തിന് കൊടുക്കുന്ന മറ്റൊരു പേര്. അപ്പൊ സുഖം ദുഃഖമായി മാറുന്നു അവിടെ. എന്ന് പറഞ്ഞാൽ തെളിഞ്ഞ ആകാശത്തിൽ കലക്കം വരുന്നു, അതാണ് അതിന്റെ അർത്ഥം. കലങ്ങിയത് തെളിയും. അത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനാകണം. ഇപ്പൊ ഞാൻ മരിക്കാൻ ഞാൻ തന്നെ എനിക്ക് ദുഃഖം, അല്ലെങ്കിൽ എനിക്ക് മരിക്കാൻ എനിക്ക് ദുഃഖം എന്ന് പറഞ്ഞുള്ളൂ. അതിന്റെ യഥാർത്ഥ ഒരു അർത്ഥം ഒന്ന് ശരിയാക്കട്ടെ. അപ്പൊ എന്റെ ആളുകൾക്കൊക്കെ എനിക്ക് പകർന്ന സുഖമെല്ലാം തീരുന്നല്ലോ എന്നുള്ളൊരു ദുഃഖവും കൂടി അതിന്റെ കൂട്ടത്തിൽ നമുക്ക് കൂടിച്ചേർക്കാം. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ആ സ്വാർത്ഥത്തിന് ഹാനി വരുന്നതാണ് ദുഃഖമെന്ന്. ഈ യജ്ഞവൽക്കിന്റെ ഒരു ഭാഗമുണ്ട്. യജ്ഞവൽക്കിന്റെ ഉപനിഷത്തൊക്കെ നിങ്ങൾ തൈത്തിരീയ ഉപനിഷത്തൊക്കെ ഒന്ന് വായിക്കണം കേട്ടോ. അദ്ദേഹം ഈ വാനപ്രസ്ഥം സ്വീകരിക്കുന്ന സമയത്ത് ഈ ഭാര്യക്ക് ഭയങ്കര ദുഃഖം ഇദ്ദേഹം പോകാൻ നേരത്ത്. അപ്പൊ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, മൈത്രേയി, നിശ്ചയമായും ഈ ഭർത്താവിന്റെ ആഗ്രഹത്തിന് വേണ്ടിയല്ല ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നത്, സ്വന്തം ഇച്ഛാപൂർത്തിക്ക് വേണ്ടിയാണെന്ന് മൈത്രിയോട് പറയും. അതുകൊണ്ട് പറയും, ഞാൻ നിന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്റേതായ ശാരീരിക സുഖത്തിന് വേണ്ടിയും നിന്റേതായ ശരീര സുഖത്തിനും വേണ്ടി മാത്രമാണ് നമ്മൾ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെട്ടത്. അതിലൂടെയാണ് നമ്മൾ പരസ്പരം ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഭാര്യയുടെ ആഗ്രഹത്തിന് വേണ്ടിയല്ല ഭർത്താവ് ഭാര്യയെ ഇഷ്ടപ്പെടുന്നത്. എന്നുവെച്ചാൽ ഭാര്യയുടെ ആഗ്രഹത്തിന് വേണ്ടിയല്ല ഭർത്താവ് ഭാര്യയെ ഇഷ്ടപ്പെടുന്നത്, സ്വന്തം ഇച്ഛാപൂർത്തിക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും നമ്മുടെ ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവും ഒക്കെ ഇത് കേൾക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ഇനി ഈ ശിവവിഷയം എല്ലാവരും ലെഫ്റ്റ് ആവണമെന്ന് നിങ്ങൾ പറയരുത്. സത്യമാണ്, ഇത് ഞാൻ പറഞ്ഞതല്ല, യാജ്ഞവൽക്യൻ പറഞ്ഞതാണ്. പരസ്പരം ഇഷ്ടപ്പെടുന്നത് എന്തോ ഒന്ന് ലഭിക്കാൻ വേണ്ടിയാണ്. അത് ഒരു പരിധി കഴിഞ്ഞാൽ ലഭിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ അച്ഛനും അമ്മേനെയും മക്കളിട്ട് പീട്ടണത്. മനസ്സിലാവുന്നുണ്ടോ? ആ പെൻഷൻ കിട്ടുന്ന ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ പിന്നെങ്കിലും നോക്കും, അത് കഴിഞ്ഞ് ഒട്ടും നോക്കില്ല. അതുകൊണ്ടാണ് ഇവിടെ മൈത്രേയിയോട് യാജ്ഞവൽക്യൻ ഈ ഒരു വാക്ക് പറയുന്നത്. അപ്പൊ മാതാപിതാക്കൾ മക്കളെ ഇഷ്ടപ്പെടുന്നത് മക്കൾക്ക് വേണ്ടിയല്ല, മാതാപിതാക്കളുടെ ഇച്ഛാപൂർത്തിക്ക് വേണ്ടിയാണ്. അത് അറിയണമെന്നുണ്ടെങ്കിൽ ധനത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയല്ല ധനത്തെ ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾ സ്വർണം ആരെങ്കിലും കൊടുത്തു തന്നിട്ടുണ്ടെങ്കിൽ ഈ സ്വർണത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണോ നിങ്ങൾ ആ സ്വർണം മേടിക്കുന്നത്? സ്വന്തം സുഖത്തിന് വേണ്ടിയാണ്. അപ്പൊ അതുപോലെ തന്നെ ബ്രഹ്മത്തിന്റെ അല്ലെങ്കിൽ അറിവിന്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ തൃപ്തിക്കല്ല മനുഷ്യൻ ഇതെല്ലാം കേൾക്കാനും ജ്ഞാനമൊക്കെ വെച്ചിരിക്കുന്നത്. അത് മാത്രമാണ് ആത്മതുഷ്ടിക്ക് വേണ്ടിയാണെന്ന് ബൃഹദാരണ്യകം പറയുന്നത്. അതുകൊണ്ട് അറിവ് എന്തിനു വേണ്ടി നേടുന്നു എന്ന് വെച്ചാൽ അത് മാത്രം അറിവിന്റെ തൃപ്തിക്കല്ല, അത് മറ്റെന്തിനോ വേണ്ടിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഭാര്യ ഭർത്താവിനെ ഇഷ്ടപ്പെടുന്നതും ഭർത്താവ് ഭാര്യനെ ഇഷ്ടപ്പെടുന്നതും പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ചോറെടുത്ത് തരാൻ വേണ്ടിയാണ്, കഞ്ഞി വെക്കാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇയാൾ പോയിട്ട് വേണം ഇവിടുത്തെ അടുപ്പിൽ തീ പുകയാൻ എന്ന് ചിന്തിക്കുന്ന ഒരു ഭാഗത്ത് നിന്നും ഈ ഞാനാണ് എന്ന് പറയുന്നത് അറിവ്. ഞാൻ ആത്മാവാണെങ്കിൽ ഞാൻ ബ്രഹ്മമാണ്. ഈ ആത്മാവ് തേടുന്നത് ബ്രഹ്മമാണ്. അതുകൊണ്ട് മനുഷ്യൻ
സ്വാർത്ഥതയില്ലാതെ ഇഷ്ടപ്പെടുന്നത് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന ജ്ഞാനസമ്പത്താണ് എന്നും കൂടി ഈ ബൃഹദാരണ്യകത്തിൽ വിവരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ യജ്ഞവൽക്കൻ മൈത്രിയോട് പറയുന്നുണ്ട്. കാര്യം എല്ലാ ജീവികളും ജീവനില്ലാത്തവയും മനുഷ്യന് പ്രിയപ്പെടുന്നത് അവന്റെ സ്വാർത്ഥസിദ്ധിക്ക് മാത്രമാണ്. അവന്റെ ശരീരം പോലും പ്രിയപ്പെട്ടതാവുന്നത് സ്വാർത്ഥസിദ്ധിക്ക് ഉദ്ദകും വരെ, അല്ലെങ്കിൽ വിരലോ കയ്യോ പോയാൽ ദുഃഖം. അപ്പൊ അതിന്റെ നഷ്ടത്തെ പറ്റി മാത്രമോ പിന്നെ ചിന്ത, പിന്നൊരു ദുഃഖമില്ല. വിരലില്ലാത്തവനെന്ന് ആരെങ്കിലും പറഞ്ഞാലും ദോഷം. അത് പറയുന്നതിനോടായി വിരലില്ലെങ്കിൽ തനിക്ക് എന്താ കുറവ് എന്നൊരു ഭാവവും നമ്മളിൽ ഉണ്ടാവും. അത് എന്തായാലും ശരിയാണ്, മനുഷ്യല്ല ജീവികൾക്കും പ്രിയപ്പെട്ടതാണെങ്കിലും സ്വന്തം ശരീരമാണ്, അല്ലെങ്കിൽ ശരീരത്തിനുള്ള ജീവനുള്ളത് വരെ മാത്രമാണ് ഈ പ്രിയവും അപ്രിയവും ഇഷ്ടവും അനിഷ്ടവും മൈത്രിയും അല്ലെങ്കിൽ അതിന്റെ ഉപേക്ഷയും പ്രകടിപ്പിക്കാനൊക്കെ കഴിയും. അല്ലെങ്കിൽ വിശപ്പും ദാഹവും ക്രിയയും പ്രതിക്രിയയൊക്കെ എന്നെല്ലാം പറയുന്നു. അപ്പൊ ശരീരമില്ലെങ്കിൽ ഞാനില്ല, അങ്ങനെ വരരുത്. ഇതിന് വിപരീതമായ ഒരു അവസ്ഥയാണ് മൃത്യു ഉണ്ടാവുന്നത്. ശരീരമുണ്ട് അവിടെ, ഇല്ലാത്തതാണ് ഞാനാണ്. അതാണ് എന്നോട് ഈ ഇത്രയും ഒരു വാക്ക് പറയാനായിട്ട്, ഇത്രയും വാക്ക് വിവരിച്ച് പറയാനായിട്ട് ഞാൻ ആരാണ് എന്ന് ചോദിച്ചു വരുന്നതിനോട് ഞാൻ എങ്ങനെ നീ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ താൻ തന്നെ പാട് നോക്കണമെന്ന് പറയും. ആരും പുള്ളിക്ക് മനസ്സിലായിട്ടില്ല. ശരീരമാണ് ഞാനെങ്കിൽ ശരീരം ചലരഹിതമായാലും ഞാൻ ശരീരത്തിൽ ഉണ്ടാകണം. ആ മൃത്യു എങ്ങനെ ഈ ഞാനില്ലായ്മ ശരീരത്തിന് വരുത്തി വയ്ക്കുന്നു? അപ്പൊ അതിന്റെ ആധ്യാത്മിക ചിന്തയിൽ ഇതെല്ലാം ഒന്നാലോചിച്ചാൽ മിഥ്യയാണ്, അല്ലെ? ശരീരമൊന്നില്ല. ശരീരം, ഇന്ദ്രിയം, മനസ്സ് എന്നെല്ലാം പറയുന്നത് ചൈതന്യത്തിന്റെ വെവ്വേറെ ഭാവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അതെ ഈ കരുണാകര, കണ്ണൊക്കെ പോയി, ഇന്ദ്രിയൊക്കെ അതിന്റെ വേറെ ഭാവങ്ങളാണ്. അപ്പൊ ചൈതന്യം മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം മരീചിക പോലെയാണെന്നാ പറയുന്നത്, വെറും തോന്നൽ. ഉണ്ണുക ഉറങ്ങുക തുടങ്ങിയതെല്ലാം വെറും തോന്നൽ, സ്വപ്നലോകം പോലൊന്ന്. ഇതിനെയാണ് ഈ ശങ്കരാചാര്യര് പറഞ്ഞത് മിഥ്യയാണെന്ന് പറഞ്ഞത്. ജഗത് മിഥ്യ എന്ന് അദ്ദേഹം പറയാൻ പോയത്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഞാൻ മിഥ്യയാണ്, ജഗത്തും മിഥ്യയാണ്. എന്നാൽ കാണുന്നുണ്ട്. ഞാൻ പ്രത്യക്ഷമോ പരോക്ഷമോ? ആ ചോദ്യം ഒരു ജട പിടിച്ച ഒരു ചോദ്യമാണ്, മുടി പോലെ ഇങ്ങനെ കെട്ടുപിടഞ്ഞതാണ്. ഞാൻ ഈ ലോകത്ത് 100,000 കാര്യങ്ങൾ കാണുന്നു, പക്ഷെ എന്നെ കാണുന്നില്ല. ഏറ്റവും വലിയ തമാശ എന്താണെന്നറിയാവോ? കണ്ണിന് ലോകം മുഴുവൻ കാണാം, പക്ഷെ നമ്മുടെ കണ്ണിനെ കാണാനായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിവുണ്ട്? നിങ്ങൾ നിങ്ങളുടെ കണ്ണിനെ കാണുന്നുണ്ടെങ്കിൽ കണ്ണാടി നോക്കണം. ലോകത്തിന് മുഴുവൻ കാണാം, അതുകൊണ്ട് കണ്ണില്ല എന്ന് പറയാൻ കഴിയുമോ? അതുകൊണ്ട് ഞാനില്ല എന്ന് നിങ്ങൾ ആരോടും പറയരുത്. നിങ്ങളുണ്ട്, അത് ശരീരമല്ല. കണ്ണുണ്ട്, ആ കണ്ണിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ശരീരമല്ല, ആത്മാവാണ്. അപ്പൊ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ ശരിക്കും പറഞ്ഞ എന്നില് ഞാൻ ഈ പ്രത്യക്ഷനാകുന്നില്ലത് കൊണ്ടാണ് ഞാൻ ഇന്ന് ആർക്കെങ്കിലും സമ്മതിക്കാൻ പറ്റുമോ? കാര്യം ഇപ്പൊ ഞാനുണ്ട്, അല്ലേ? പക്ഷെ സ്വബോധമുള്ളവരെല്ലാം ഞാനുണ്ടെന്ന് പറയുന്നു. അത് മാത്രമല്ല കേട്ടോ, ജഗത്തിലെ ഓരോ വസ്തുവും അതാതിന്റെ ആ ഭാവം ഒക്കെ നമ്മളെ രാജാവ് വിളംബരം ചെയ്യുന്ന പോലെ തന്നെ നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്നെ കാണാൻ നാളെ നിങ്ങൾ, ഞാനൊരു ആശ്രമമൊക്കെ കെട്ടി അവിടെ ഇരിക്കുകയായിരിക്കും, പത്തനംതിട്ടയിൽ ഇരിക്കുമ്പോഴായിരിക്കും എന്നെ അരുണ് കാണാൻ വരെയാണ്. അപ്പൊ അവിടെ ആരെങ്കിലും പറയാണ് ഈ ഇവിടെ ഞാനിവിടെ ഇല്ല എന്ന് മറ്റാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. നേരെ മറിച്ച് ഞാൻ വന്നിട്ട് പറയാണ് ഞാനില്ല എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആരും വിശ്വസിക്കില്ല. അപ്പൊ ഞാൻ ശൂന്യമാണെന്ന് ഈ ബുദ്ധന്മാരിലെ എന്താണ് ബോധമുള്ളവർ പറയാറുണ്ട്. സുഷുപ്തിയിൽ ഞാനില്ല, അതുകൊണ്ട് ഉണരുമ്പോൾ ഞാൻ ഉണ്ടാകുന്നു. മനസ്സിലാവുണ്ടോ? അങ്ങനെ ഈ ധ്യാനത്തിന്റെ മൂകതയില് പലരും ഈ ശരീരത്തെയൊക്കെ മറന്ന് മനസ്സ് മറ്റെവിടേക്കോ ഇങ്ങനെ പറന്ന് ആ അവസ്ഥയിൽ ലഭിക്കുന്ന അനുഭൂതിയിൽ എന്നിലെ ഞാനെ കാണും. ഇതാണ് വേറൊരു അത്ഭുതം. അപ്പൊ ശരീരത്തെ മറക്കുന്നുണ്ട്. അപ്പോൾ ശരീരമല്ല ഞാൻ. മറ്റേ ആ ചന്ദനമണിമാതിൽ എന്നൊരു പാട്ട് കേട്ടിട്ടില്ലേ? എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മരിക്കുന്നില്ല ഞാൻ. അതാരാണ് ആ സിനിമക്ക് പേരിട്ടെന്ന് ഉള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് ശരീരമല്ല ഞാൻ, മരിക്കുന്നില്ല ഞാൻ. അപ്പൊ അതിന്റെ ധർമ്മ നവീകരണത്തിനായിട്ട് അല്ലെങ്കിൽ സാത്വിക
ജന്മങ്ങൾ പുനർജനിക്കും പോലെ കർമ്മദോഷം തീർക്കാനും അനുഭവിക്കാനും നല്ലവന് മാത്രം അല്ലട്ടോ പുനർജന്മം, ദുഷ്ടനും പുനർജന്മമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഈ ധർമ്മത്തിന്റെ നവീകരണത്തിനായി സാത്വിക ജന്മങ്ങൾ പുനർജനിക്കും പോലെ കർമ്മദോഷം തീർക്കാനും അനുഭവിക്കാനും ദുഷ്ടനും പുനർജന്മമുണ്ട്. അതുകൊണ്ട് നല്ല ജന്മം ചെയ്താൽ മാത്രമല്ല പുനർജന്മം, എല്ലാവർക്കും പുനർജന്മമുണ്ട്. ഇന്ന് നമ്മളുടെ ഗ്രൂപ്പിലെ ഒരാൾ എന്നോട് ചോദിച്ചു, ശ്രീനാരായണ ഗുരുവിന്റെ ജാതകം അയച്ചു തന്നിട്ടുണ്ട്, അനിൽജി ഒന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരുവിന്റെ ചട്ടമ്പി സ്വാമിയുടെ ജാതകം വേണമെങ്കിൽ അയച്ചു തരാം, ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞു. അപ്പൊ ചട്ടമ്പി സ്വാമി ജനിച്ച സമയവും ശ്രീനാരായണ ഗുരു ജനിച്ച സമയവും കൊണ്ട് അവർക്കുള്ള ജീവിതം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഏതോ ഒരു ജ്യോതിഷ പണ്ഡിതൻ എഴുതി വെച്ചേക്കുന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവരെല്ലാം ചെയ്തത് മുജ്ജന്മത്തിന്റെ ബാക്കിയാണെങ്കിൽ അവർക്ക് വേണ്ടി ജാതകം എഴുതുന്നത് മണ്ടത്തരമല്ലോ എന്ന് ചോദിച്ചു. ഞാൻ ഈ പറഞ്ഞ ഭാഷ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങള് ഇന്നലെ ഒരു പണി ചെയ്തു, അവിടെ തറ പകുതി കെട്ടി, ബാക്കി അവിടെ ജനലിന്റെ പൊക്കം കട്ട കെട്ടണം. പിറ്റേ ദിവസം വന്ന് നിങ്ങൾ അവിടെ കർമ്മം ചെയ്തതിന്റെ ബാക്കി ചെയ്യാണ്. അത് കഴിഞ്ഞ് ജനൽ വെച്ച് ലിൻഡിൽ വാർത്തു, അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് വെച്ച് തട്ടിന്റെ പൊക്കം വയ്ക്ക്, റൂഫ് സ്ലാബ് വാർത്തു എന്നുള്ള പോലെ ഓരോ ജന്മത്തിലും ബാക്കി ഉള്ളത് ആ മുജ്ജന്മത്തിൽ ചെയ്തതിന്റെ ബാക്കി കർമ്മം ചെയ്യാനായിട്ട് വരുന്നത്. അതിന് ജാതകമായിട്ട് എന്ത് ബന്ധമുണ്ടെന്ന് ഞാൻ ചോദിച്ചു. ഒരു ബന്ധമില്ല. അപ്പൊ അതാണ് നമ്മൾ പുനർജന്മത്തിന്റെ ബാക്കി പത്രമാണെങ്കിൽ പിന്നെ ജാതകം എന്തിനാ? ജാതകം എഴുതുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ? അപ്പൊ ധർമ്മത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത അധർമ്മികളുണ്ട്. ധർമ്മവ്യവസ്ഥയെ കാലാകാലങ്ങളിൽ നവീകരിക്കാനായിട്ട് ഇനിയും ഋഷിജീവിതങ്ങൾ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജ്യോതിഷികളുടെ മറ്റുമെല്ലാം അല്ലെങ്കിൽ പുനർജന്മത്തിൽ വിശ്വസിക്കാത്തൊരവസ്ഥ ജ്യോതിഷത്തിൽ ചോദ്യം ചെയ്യേണ്ടി വരും. ഈ ശ്രീകൃഷ്ണന്റെ ഈ ജന്മദിനമുള്ള ഇപ്പൊ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത്, അത് ഭഗവാന്റെ എത്രാമത്തെ പുനർജന്മമായിരുന്നു കൂടി ചിന്തിക്കണം. 5000 വർഷത്തിന് മുമ്പ് അദ്ദേഹം ജനിച്ചിട്ടുണ്ടെങ്കിൽ ശ്രീനാരായണ ഗുരുവിലും ചട്ടമ്പി സ്വാമിയിലൊക്കെ അദ്ദേഹത്തെ ആ സമയത്ത് അല്ലെങ്കിൽ മറ്റു ഋഷികളും ജനിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഋഷികളൊക്കെ ഉണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറെ ഋഷികളെ. അവരൊക്കെ ധർമ്മം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിൽ നമ്മളൊക്കെ ഓർക്കേണ്ടത് അത് ഭഗവാന്റെ എത്രാമത്തെ പുനർജന്മമായിരുന്നു, അതാണ് ചിന്തിക്കേണ്ടത്. വീണ്ടും ഗുരുവിനെ പോലെ ആ ജന്മം ഇവിടെ ജനിച്ചിട്ടുമുണ്ട്, ധർമ്മം സ്ഥാപിച്ച് തിരിച്ചു പോയിട്ടുമുണ്ട്. അനേകം ശരീരങ്ങളായിട്ട് ഇന്ന് പലരിലും അവസരം കാത്ത് ജീവിക്കുന്ന ധർമ്മചിന്ത ആരിലാണോ അവരൊക്കെ അവതാരങ്ങളായിട്ട് ജനിക്കുന്നുണ്ട്, ഇത് ജീവിക്കുന്നുമുണ്ട്. അപ്പൊ ഈശ്വരൻ അവതരിക്കും എന്ന വാദത്തിനോട് മാത്രം നമുക്ക് എന്തില്ല, യോജിപ്പില്ല. ആരും ഈശ്വരൻ എന്തിനാണ് അവതരിക്കുന്നത്? സർവത്ര നിറഞ്ഞിരിക്കുന്ന ആ മഹാശക്തി ഏതാണ്ട് ഒരു ലോകത്ത് നിന്ന് വന്നിട്ട് മറ്റൊരു സ്ഥലത്ത് വന്ന് ഒരിക്കൽ ഇറങ്ങി അല്ലെങ്കിൽ അവതരിച്ചു എന്നുള്ളത് എങ്ങനെ വിശ്വസിക്കാൻ? അപ്പൊ ദുഷ്ടനാശത്തിന് സർവശക്തൻ അല്പശക്തിയുള്ള മനുഷ്യദേഹം എന്തിനെടുക്കണം? ആ പ്രപഞ്ചമെല്ലാം സൃഷ്ടിച്ച് രക്ഷിക്കുന്ന ആ മഹാശക്തിക്ക് എത്ര ദുഷ്ടന്മാരെ വേണമെങ്കിലും ഈശ്വരന്റെ കഴിവിന്റെ ചെറിയൊരു അംശം കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമ്പോൾ ഈ മനുഷ്യാവതാരം വേണോ എന്ന് ചോദിച്ചാൽ വേണം. ചില കാര്യത്തിന് വിശിഷ്ട ജന്മങ്ങളുടെ ശരീരത്തിലും ആ ഈശ്വര ഗുണം പ്രവർത്തിക്കും. അതാണ് പുനർജന്മത്തിന്റെ പ്രത്യേകത. ഇനി അവതരിച്ചു തന്നെ നശിപ്പിക്കുമെന്നാണ് ഈശ്വരന്റെ ദൃഢനിശ്ചയമെങ്കിൽ ദുഷ്ടന്മാരില്ലാതായ ഏതെങ്കിലും ഒരു യുഗം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ? കൃതയുഗത്തിനെ കുറിച്ച് കാര്യമായിട്ട് പറയുന്നില്ല. അവിടെ ത്രേതായുഗം വന്നപ്പോൾ രാമൻ, രാക്ഷസൻ, മന്ദര ഇവരൊക്കെ ദുഷ്ടന്മാരായിട്ട് ഭൂമിയിലുണ്ടായിരുന്നു, ഇല്ലേ? അന്നത്തെ കാലത്തുണ്ടായിരുന്നു. പിന്നീട് ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും കടുത്ത യുദ്ധങ്ങൾ നടന്നതായി എല്ലാ ഇതിഹാസത്തിലും ഉണ്ട്. അപ്പോ വിവരിക്കുമ്പോൾ ദുഷ്ടർ കലിയുഗത്തിലെ മാത്രം സംഭവമല്ല. നല്ല മനുഷ്യരെ കഷ്ടപ്പെടുത്തുന്ന ദുഷ്ടന്മാർ എത്ര കാലം മുന്നോട്ടെടുത്താലും ഈ ഭൂമിയിൽ അന്നുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അതുകൊണ്ട് എപ്പോൾ ദിവസവും ഈ ശിഷ്ടപരിപാലനത്തിന് ഈശ്വരൻ അവതരിക്കണം. ഏത് രൂപത്തില്? മനുഷ്യന്റെ ഗുണരൂപത്തില്, അതിന്റെ സൂക്ഷ്മാംശ രൂപത്തില് അവതരിക്കുന്നുണ്ട്. ഈശ്വരനല്ല അവതരിക്കുന്നത്, ഈശ്വരന്റെ ഗുണങ്ങളായിട്ട് നമ്മളൊക്കെ അവതരിക്കുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഈശ്വര ഗുണമുള്ള മനുഷ്യൻ ജനിച്ചേ പറ്റൂ. അത്തരം മനുഷ്യരെ ഈശ്വരനായി കാണാതെ അവതാരങ്ങളായി കാണുക.
നമ്മുടെ ആ ഋഷിമാരുടെ കാഴ്ചപ്പാട് ഈ അതിന്റെ ആ ഒരു സത്യസിദ്ധാന്തത്തിൽ ആണ് അടിയുറച്ചതാണ്. അതിനകത്തൊക്കെ ഒരു ഒരു എന്താണ് ഒരു തെറ്റുപറ്റി എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പൊ ആ ധർമ്മ സംസ്ഥാപനത്തിന് യുഗം തോറും ഞാൻ ജനിക്കുമെന്ന് ശ്രീകൃഷ്ണ പരമാത്മാവ് പറയുന്നതിൽ വലിയൊരു സത്യസിദ്ധാന്തമുണ്ട്. അതുകൊണ്ട് നാം എല്ലാം സ്വതന്ത്രരാണ്. എന്ത് ചെയ്യാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതുപോലെ ചെയ്യാതെ അനുഭവിക്കാതെ അല്ലെങ്കിൽ അറിയാതിരിക്കാം, അതിനും സ്വാതന്ത്ര്യമുണ്ട്. ഈ സ്വതന്ത്രനാണ് ഞാൻ എന്ന ആ എന്നിലുള്ള ജീവാത്മാവ് 100% സ്വതന്ത്രനാണ്. അപ്പൊ ഈ സ്വാതന്ത്ര്യത്തിന് മറുവശത്ത് ചെയ്തതിന്റെയും അനുഭവിച്ചതിന്റെയും അറിഞ്ഞതിന്റെയും ഫലം ലഭിക്കാനുള്ള അസ്വാതന്ത്ര്യവും ഉണ്ട്. അത് നൽകുന്നത് ഈശ്വരനാണ്. ഇങ്ങനെ ചെയ്യാൻ സ്വാതന്ത്ര്യവും ഫലം ലഭിക്കാൻ അസ്വാതന്ത്ര്യവും ഇതൊക്കെ ഈ ജീവാത്മാവിന്റെ ലക്ഷണമാണ്. ഞാൻ ഒരു കാര്യം ഞാൻ പറയുന്നു, നിങ്ങൾ പരീക്ഷ എഴുതിക്കോളൂ. മാർക്കിടാൻ വിദ്യാർത്ഥിക്ക് അവകാശമില്ല. പരീക്ഷ എഴുതാനല്ലാതെ മാർക്കിടാൻ വിദ്യാർത്ഥിക്ക് അവകാശമില്ല. അതുകൊണ്ട് നിങ്ങൾ കർമ്മം ചെയ്യണം എന്നുള്ളതാണ് ആ ഒരു ഉപനിഷത്തിൽ പറയുന്നത്. അപ്പൊ അധ്യാപകൻ അനുയോജ്യമായ ഉത്തരത്തിന് മാർക്കിടുന്നു, ന്യായാധിപൻ അനുയോജ്യമായ ശിക്ഷ വിധിക്കുന്നു. ഇത് തന്നെയാണ് ഈശ്വര നിയമവും. എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചിട്ട് ധർമ്മിഷ്ഠരും എന്താണ് സന്യാസിമാരുടെയൊക്കെ ഭാഷയിൽ മമുക്ഷിക്കള് അല്ലെ, മമുക്ഷിക്കളും പിന്നെന്താണ് യോഗ നിരന്തരമായിരിക്കുന്ന മഹാത്മാക്കള് ഇതിന്റെ ഈ കർമ്മഫല ബന്ധനത്തിലൊക്കെ പെട്ട് സ്വതന്ത്രമായിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രരായി മുക്തി അനുഭവിക്കുന്നു. അതാണ് ഈ ഞാൻ. അപ്പൊ മുക്തിയിലും അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. ഈ മുക്തി എന്താന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ ശബരിമലക്ക് അയ്യപ്പന്മാര് പോണ കേട്ടിട്ടുണ്ടോ? സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരാൾ പറയും, സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. ഉടൻ തന്നെ എന്താണ് ഈ മോക്ഷം എന്നുള്ളത് അറിയാമോ? മരണമാണ്. അരെ ഇതിന്റെ ഈ അർത്ഥം മനസ്സിലാക്കി വെച്ചിരിക്കാൻ മുണ്ടില്ല. സ്വാമിയെ കണ്ടാൽ മോക്ഷം കിട്ടും. തിരിച്ചു ചെന്നിട്ട് വേണം മറ്റേ കട തുറക്കാൻ. അപ്പുറത്ത് കുറച്ച് കപ്പ തന്നിട്ടുണ്ട്, പിന്നെ അവനാണെങ്കിൽ 2 ലക്ഷം രൂപ തന്നിട്ടുണ്ട്. ഇവനാണ് പറഞ്ഞത് മോക്ഷം കിട്ടുമെന്ന്. അപ്പൊ ഈ മോക്ഷം കിട്ടും കേട്ടോ. എന്താണ് മോക്ഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മരണത്തിന് ശേഷം നമുക്ക് സ്വർഗം കിട്ടും. അതൊക്കെ സത്യമാണ്. അതിന് സ്വർഗീയമായ ഒരു അവസ്ഥ കിട്ടും എന്ന് പറഞ്ഞത്, അത് ഒരു ലോകം വേണ്ടെന്ന് ഒരിക്കലും കഠോപനിഷത്ത് പോലും പറഞ്ഞിട്ടില്ല. കാര്യം സ്വർഗീയ സുഖം ഭൂമിയിൽ തന്നെ കിട്ടും. അപ്പോ എപ്പോഴും മുക്തിയുടെ ആനന്ദം ഇങ്ങനെ അനുഭവിച്ചു കൊള്ളണമെന്ന് നിയമബന്ധമൊന്നും അവർക്കില്ല. നമുക്കൊരു മുക്തി മോചനം കിട്ടിയിട്ട് അവിടെ സ്വർഗം നൽകിയിട്ട് ഒരിക്കലും സ്വർഗത്തിൽ നിന്നും പോകാൻ പാടില്ലെന്ന് വിലക്കുന്നതും ജയിലിന് തുല്യമാണ്. നിങ്ങൾ സ്വർഗത്തിൽ ചെന്ന് അവിടെ രംഭ തിലോത്തമ മേനക ഉണ്ട്, അതല്ലെങ്കിൽ എന്താണ് കിന്നരന്മാരുണ്ട്. കിന്നരന്മാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അനുയോജ്യമായ പുരുഷന്മാരുടെ പേരാണ് കിന്നരന്മാര്. അല്ലാണ്ട് ചിലരുടെയൊക്കെ സ്വർഗം പോലെ അവിടെ രംഭമാര് മാത്രമാണ് എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. കിന്നരന്മാരുണ്ട്. ഹിന്ദുവിന്റെ സ്വർഗത്തില് കിന്നരന്മാരും ഉണ്ട്, രംഭമാരും ഉണ്ട്, ഉർവശി തിലോത്തമാരൊക്കെ എല്ലാം ഉണ്ട്. എന്നിട്ട് അവിടെ ഇനി മദ്യപ്പുഴ തന്നെ ഉണ്ടെന്ന് വെച്ചു, മദ്യപ്പുഴയും എല്ലാം ഉണ്ട്. എന്നിട്ട് കുറച്ചു പേര് അവിടെ കാവല് നിൽക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ആരും പുറത്തു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സ്വർഗം ഒരു തടവറയും, സ്വർഗം ജയിലായിട്ട് മാറാണ്. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്നും പോകാൻ പാടില്ലെന്ന് വിലക്കുന്നതും ജയിലിന് തുല്യമാണ്. അപ്പൊ എത്ര കണ്ട് സുഖം ലഭിച്ചാലും ഒരിക്കൽ ഈ സ്വർഗവും മടുക്കും. ജനകൻ ഋഷിയായിട്ട് മാറിയത് എങ്ങനെയാണെന്ന് അറിയാവോ? ജനകൻ ഋഷിയായിട്ട് മാറിയത് രാജാവാർന്ന്. രാജകൊട്ടാരത്തിൽ എല്ലാ സുഖവും ഉണ്ട്. അദ്ദേഹം ഒരു പരിധി കഴിഞ്ഞപ്പോഴേക്കും ആ സുഖം മാറി, ആ സുഖമൊക്കെ വിട്ടു. അങ്ങനെ ജനകൻ രാജർഷിയായിട്ട് മാറി, ജനകൻ ഋഷിയായിട്ട് മാറി. നിരവധി രാജാക്കന്മാർ കൊട്ടാരം വെറുത്ത് വാനപ്രസ്ഥം സ്വീകരിച്ച് കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അതിനകത്ത് ബുദ്ധനും പെടും. അപ്പൊ സർവ്വ ഭൗതികതയും മടുപ്പുളവാക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ പണത്തിന് വേണ്ടിയൊന്നും ഓടണ്ട കേട്ടോ. എന്റെ അക്കൗണ്ട് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളൊക്കെ എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നാൽ മതി. അതുകൊണ്ട് ജീവിതത്തെ ഈശ്വരദാനമായി കാണുക. കർമ്മം, ഞാനിപ്പോ പറഞ്ഞ വാക്ക് അത് ഡിലേറ്റ് ചെയ്താലില്ലെങ്കിലും ഞാൻ തമാശ പറഞ്ഞ കേട്ടോ.
പണത്തിന് വേണ്ടി ഓടണ്ട. അത് നിങ്ങൾ നല്ല കർമ്മം ചെയ്താൽ ആവശ്യത്തിന് നിങ്ങൾക്ക് പണം കിട്ടും എന്നുള്ളതാണ് അതിന്റെ സാരം. അതുകൊണ്ട് ജീവിതത്തെ ഈശ്വരദാനമായി കാണുക. കർമ്മം അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാം കാണുന്ന ആ ചൈതന്യ ശക്തികൾക്ക് വീണ്ടും ഭൂമിയിൽ ജന്മമെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ കുറച്ച് മന്ത്രിമാരും മറ്റുമൊക്കെ ഇപ്പൊ കേരളത്തിലും ഇന്ത്യയിലും അവിടെയായിട്ടൊക്കെ ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ആ സ്വാതന്ത്ര്യമാണ് മഹാത്മാക്കളുടെ ജന്മത്തിനും ജയത്തിനും പിന്നിലെ പ്രേരണയും അല്ലെങ്കിൽ കാരണവും. അവരൊന്ന് വന്ന് മിന്നിപ്പൊലിയുന്ന എന്താണ് ആ ജീവിതങ്ങളുടെ ശീലയാടുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിനെ പോലെ അവര് സാധാരണ ജീവാത്മാക്കളല്ല, കർമ്മബന്ധനം വിട്ട പൂർണ്ണ സ്വതന്ത്രരാണ്, മുക്തരാണ്. അതിനാൽ പരമാത്മാവിന്റെ അംശവുമാണ് ഇപ്പോഴും നമ്മളെ നേർവഴി നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ പ്രത്യക്ഷമോ പരോക്ഷമോ ആ ചോദ്യം തീർച്ചയായിട്ടും ജഡപിടിച്ച ഒരു ചോദ്യമാണ്, ജടിലമാണ്. ഞാൻ ഈ ലോകത്ത് 100,000 കാര്യങ്ങൾ കാണുന്നു, അതുകൊണ്ട് എന്നെ തന്നെത്താൻ കാണുന്നുമില്ല. അപ്പൊ ഇതിലും വലിയ തമാശ വേറെന്താണ്? ഇപ്പൊ കണ്ണിന് ലോകം മുഴുവൻ കാണാം, തന്നെത്താൻ കാണാൻ കഴിവില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ അതുകൊണ്ട് കണ്ണില്ല എന്ന് പറയാൻ കഴിയുമോ? ഇതുപോലെ ഞാൻ പ്രത്യക്ഷനാകുന്നില്ലത് കൊണ്ട് താനില്ലെന്ന് ആരെങ്കിലും സമ്മതിക്കുമോ? അതുകൊണ്ട് ഈ ഞാൻ ശരീരമല്ല. അപ്പൊ സ്വബോധമുള്ളവരെല്ലാം ഞാൻ ഉണ്ടെന്ന് പറയുന്നു. മാത്രമല്ല ജഗത്തിലെ ഓരോ വസ്തുവും അതിന്റെ ഉണ്മയെ അല്ലെങ്കിൽ അതിന്റെ സത്യഭാവത്തെ ഉറപ്പായിട്ടും ചെണ്ട കുട്ടി അറിയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വിളംബരം ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്നെ കാണാൻ നിങ്ങൾ ആരെങ്കിലും വരുമ്പോൾ ഞാൻ ഇവിടെ ഇല്ല എന്ന് മറ്റാരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. പക്ഷെ വിശ്വസിക്കരുത്, നേരെ മറിച്ച് ഞാൻ ഇവിടെ ഉണ്ട്, എന്നിലെ ഒരു ഞാൻ, അല്ലെങ്കിൽ എന്നുവെച്ചാൽ നിങ്ങളിൽ ഒരു നിങ്ങളുണ്ട്, അത് ഉറപ്പായിട്ടും വിശ്വസിക്കുക. എന്താണെങ്കിലും ഈ 1 മണിക്കൂർ ആ ഭംഗിയായിട്ട് പുസ്തകത്തിന്റെ ഭാഗങ്ങളെല്ലാം ഇട്ടിട്ട് എന്നെ നിയന്ത്രിക്കാനായിട്ട് ഇന്ന് ഇവിടെ അഡ്മിൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം. തമ്പശു മഹാദേവ, ഞാൻ